ഹലോ നമസ്കാരം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു റാഗി ബേസൻ ലഡുവാണ്. നല്ല എനർജി ആയിട്ടുള്ള നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ലഡുവാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ലഡുവാണ്. അപ്പം ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 4 ഏലക്ക തോട് കളഞ്ഞത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒരുപാട് ചതയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പൾസ് മോഡിലിട്ടിട്ട് ഇതുപോലെ. പിന്നെ ഞാനൊരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ എള്ളൊന്ന് വറുത്തെടുക്കണം. അപ്പം ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ലൈറ്റായിട്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കണം കോരി. പിന്നെ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 10 ബദാം ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്ത് കൊടുക്കാം. എൻ്റെ മോളാണെങ്കിൽ ഡയറക്റ്റ് ഈ ബദാമൊക്കെ കൊടുത്താൽ കഴിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ മാക്സിമം ഇതുപോലൊക്കെയുള്ള ലഡു ഉണ്ടാക്കിയിട്ട് അതിനകത്തിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതും കൂടെ നമുക്കൊരു ബ്രൗൺ കളർ ആകുന്നിടം വരെ ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇത് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കറുത്ത മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലഡുവാണ്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ കളിക്കാൻ പോകുന്നതിന് മുമ്പൊക്കെ ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള എനർജി കിട്ടുന്ന ഒരു സ്നാക്ക് കൊടുത്ത് നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അപ്പോൾ ഇതൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോടെ നെയ്യ് ചേർക്കുകയാണ്. മൊത്തത്തിൽ 4 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്തത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ആദ്യം കടലമാവാണ് ചേർക്കുന്നത്. 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കുകയാണ്. ഈ കടലമാവും കൂടി ഇതിൽ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ റാഗിപ്പൊടി മാത്രം ആകുമ്പം കുട്ടികൾക്കൊക്കെ അത്ര ഇഷ്ടപ്പെടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ കടലമാവ് കൂടെ ചേർക്കുന്നത്. റാഗിപ്പൊടി മാത്രം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ കടലമാവ് ചേർക്കുന്ന കടലമാവിനാണ് കൂടുതൽ സമയം ഒന്ന് റോസ്റ്റായി കിട്ടാൻ. അപ്പോൾ അത് 2 മിനിറ്റ് ഇങ്ങനെ കട്ടകളൊക്കെ കളഞ്ഞ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇത് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 1 കപ്പ് റാഗിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ഞിപ്പുല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് 2 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യുക. അതിനുശേഷം നമുക്കിതിലേക്ക് തേങ്ങയും കൂടെ ചേർത്തിട്ട് ഇത് 3ഉം കൂടാണ് നല്ലതുപോലെ വറുത്തെടുക്കേണ്ടത്, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അതുപോലെ തന്നെ ഇതൊരു 2 ആഴ്ചയോളം കേടാകാതെ ഇരിക്കും. പക്ഷേ ഇതിൽ ചേർക്കുന്ന തേങ്ങ നല്ലതുപോലെ മൂപ്പിച്ചെടുക്കണം. അതും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ചതച്ച് വെച്ച തേങ്ങയും ഏലക്കായും കൂടെ ചേർത്ത് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കണം. പ്രത്യേകിച്ച് ഈ റാഗിപ്പൊടിയുടെയൊക്കെ ഒരു പച്ചമണം ഉണ്ട്. അത് പോയില്ലെങ്കിൽ ഒരുമാതിരി കഴിക്കും. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു മണം വരും ഇതൊന്ന് മൂക്കുമ്പോൾ. നമ്മുടെ അരിമാവൊക്കെ വറക്കുന്നത് പോലെ തന്നെ ഇതും വറുത്തെടുക്കണം. അപ്പം ഞാനിത് ഏകദേശം വറക്കാനായിട്ട് 15 മിനിറ്റാണ് എടുത്തിരിക്കുന്നത്, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. ഇപ്പോൾ ഇത് ആയിട്ടുണ്ട്, 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് മൂത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ കട്ടകളൊക്കെ കളഞ്ഞാണ് ഞാൻ എടുത്തേക്കുന്നത്, കടലമാവിൻ്റെയൊക്കെ. അപ്പോൾ ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ശർക്കരയൊന്ന് പാനിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ 3/4 കപ്പ് ശർക്കരയും 1/4 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് തിളപ്പിക്കാൻ വെക്കുവാണ്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇത് ഇത്രയും തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഒരുപാട് നൂൽ പരുവത്തിലാവണ്ട. നൂൽ പരുവം ആകാൻ സ്റ്റാർട്ടാകുമ്പോൾ തന്നെ ഓഫ് ചെയ്യുക. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഇത്ര ആയാൽ മതി. ജസ്റ്റ് ഒന്ന് നൂൽ പരുവത്തിൽ ആയാൽ മതി. ഇല്ലെങ്കിൽ ഒരുപാട് കല്ല് പോലെ ആയി പോകും. ഇനി നമ്മൾ ആദ്യം വറുത്ത് വെച്ച മാവ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിനൊരു ഇളം ചൂടുണ്ട്. ഇളം ചൂടോടുകൂടി വേണം ഇത് നമുക്ക് ഉരുട്ടിയെടുക്കാൻ, ഇല്ലെങ്കിൽ ഇത് ഉരുട്ടിയെടുക്കാൻ പറ്റത്തില്ല. ഇനി നമ്മൾ വറുത്ത് മാറ്റി വെച്ച ബദാമും മുന്തിരിയും എള്ളും കൂടെ ചേർക്കാം. ഇതിൽ നെയ്യുണ്ടല്ലോ, അപ്പോൾ ഈ നെയ്യും കൂടി ഈ മാവിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ശർക്കര ഉരുക്കിയത് അരിച്ചെടുത്തതാണ് ഞാനിത്. നല്ല ചൂടോടുകൂടിയാണ് ഞാനിത് ഒഴിക്കുന്നത്. അപ്പം ഇനി ഇത് ഒഴിച്ച് കഴിഞ്ഞിട്ട് കൈയിടരുത്, തവി ഇട്ടിട്ട് വേണം ഇളക്കാൻ. നല്ല ചൂടുണ്ട് ഇതിന്. ഇനി ഞാനൊരു തവി വെച്ചിട്ട് ഇതൊന്ന് ഇളക്കുവാണ്, മിക്സ് ചെയ്യുവാണ്. ഈ ശർക്കര ഈ മാവിലെല്ലായിടത്തും പിടിക്കുന്നത് പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇത് നമുക്ക് റാഗിപ്പൊടി മാത്രം വെച്ചിട്ടും ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ കടലമാവ് കൂടെ ചേർക്കുകയാണെങ്കിൽ നമ്മുടെ മറ്റേ ലഡുവിൻ്റെയും കൂടെ ഒരു ചെറിയ ടേസ്റ്റും കൂടെ കിട്ടും. ഇനി ഞാൻ കയ്യിൽ അല്പം നെയ്യും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ എല്ലാം ഒന്ന് മിക്സ് ചെയ്യുകയാണ്. കട്ടകളൊക്കെ ഒന്ന് കളഞ്ഞ് മിക്സ് ചെയ്യുവാണ്. ഇതിൻ്റെ ചൂട് കളയരുത്. ഇനി നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഇത് ഒരു സൈഡിൽ നിന്ന് കുറച്ച് കുറച്ച് മാവെടുത്ത് നമുക്ക് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം റാഗിപ്പൊടി എന്ന് പറഞ്ഞാൽ നല്ല കാൽഷ്യം അയൺ റിച്ച് ആയിട്ടുള്ള പൊടിയാണ്. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ലഡുവാണിത്. നമുക്കെല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ലഡു. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.